സ്വാമിയെ ശരണമയ്യപ്പ. ചെറുപുഴയപ്പ ക്ഷേത്രത്തിൽ ഈ ഡിസംബർ മാസം 10-ാം തീയതി വൈകുന്നേരം രാത്രി 9 മണിക്ക് കൊടിയേറിയ ഉത്സവം വളരെ ഗംഭീരവും ഭക്തിപുരസരവുമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. നാളെയാണ് മഹോത്സവം. ധനു 1-ാം തീയതി മഹോത്സവവും 2-ാം തീയതി ആറാട്ട് വരിക എന്നുള്ള രൂപത്തിലാണ് ഇവിടുത്തെ ഉത്സവത്തിനെ ഒന്ന് നമ്മൾ ചിട്ടപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. 1979 പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ക്ഷേത്രം ഇതിനും ഒരു 2 വർഷം മുമ്പാണ് കഥനമഠമായി തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയ ആ ക്ഷേത്രം 79 നല്ല കൃഷ്ണശിലയിൽ അയ്യപ്പൻ്റെ വിഗ്രഹത്തോടുകൂടി പ്രതിഷ്ഠിക്കപ്പെടുകയും അതിനുശേഷം വർഷാവർഷം ഉത്സവങ്ങളും മറ്റ് തിരുനാൾ തുടങ്ങി മറ്റു പല വിശേഷങ്ങളോടുകൂടി ഭംഗിയായി നടന്നു വരികയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ചെറുപുഴയുടെ ജീവനാടി, ചെറുപുഴക്കാരുടെ പ്രാണവായു എന്ന് നമുക്ക് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാം. ചുരുങ്ങിയ തരത്തിൽ അത്രക്ക് ആൾക്കാരെ നമ്മുടെ ഈ ഹൈന്ദവ കുടുംബങ്ങൾ എന്ന് പറയുന്നത് വളരെ 1000 താഴെ കാണുന്നതായ കുടുംബങ്ങൾ അവരുടെ അഹോരാത്രം അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ക്ഷേത്രം. അതുതന്നെയാണ് അവരുടെ വിജയം. കാരണം അവരുടെ ഉത്സാഹം, സ്ഥിരോത്സാഹം, ഭക്തി, ആ ഒരു ആജ്ഞാശക്തി, അതുപോലെ ഇച്ഛാശക്തി, കർമ്മശക്തി, ഇതൊക്കെ ചേർന്നിട്ടുള്ളതായ ഒരു മഹാക്ഷേത്രമാണ് ഇന്ന് ചെറുപുഴ. ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിക്കാൻ ഒത്തിരി വർഷങ്ങളെ കൊണ്ട് അവരുടെ എല്ലാവരുടെയും നല്ല നല്ല ശ്രമങ്ങൾ ഇതിൽ ധാരാളമായിട്ടുണ്ട്. കേരളത്തിന് പുറത്തു നിന്നും പലരും വരികയും ഇവിടെ സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്ത ചരിത്രങ്ങളും ഒക്കെ ഈ ക്ഷേത്രത്തിന് ഉണ്ട്. അതേപ്രകാരം ഇവിടുത്തെ വാസ്തു വിദ്യ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ അപൂർവമായി കാണുന്ന രൂപത്തിലുള്ള ഒരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കും. അയ്യപ്പ ക്ഷേത്രം ഇങ്ങനെ 2 ഇരട്ടനില ശ്രീലകമായിട്ടും അന്തരാളങ്ങളോട് കൂടിയിട്ട് ഇടനാഴിയോട് കൂടിയിട്ടുള്ളതായ ഒരു ക്ഷേത്രം അപൂർവമാണ്. ഇത് ചെമ്പടിച്ച് അങ്ങനെ ഇത്ര മനോഹരമാക്കിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും ക്ഷേത്രം ഭക്ത മനസ്സിലാണ് ശരിക്കും പറഞ്ഞ പ്രതിഷ്ഠ കുടികൊള്ളുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ബലവും പ്രവൃത്തിയുടെ ആഴവും പരപ്പും ഒക്കെ നമുക്ക് കാണുമ്പോൾ അതാണ് സത്യം. പിന്നെ ഈ 8 ദിവസത്തെ ഉത്സവത്തിൽ ഓരോരോ ദിവസവും കലാപരിപാടികൾ, ക്ഷേത്രത്തിന് ചുറ്റുമുള്ളതായ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും കാഴ്ച, അതിൽ ധാരാളം നിശ്ചല ദൃശ്യങ്ങൾ, ഫലമൂലാദികളെ കൊണ്ടുള്ളതായ ഓരോരോ കരകൗശല വിദ്യകൾ നിറഞ്ഞു നിൽക്കുന്നതായ അയ്യപ്പ വിഗ്രഹങ്ങളും അതുപോലെ ആഘോഷത്തിൻ്റെ പൊലിമ കൂട്ടുന്നതായ സംഭവങ്ങളും ഒക്കെ അത് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. കൊടിമരം ഈ അടുത്ത കാലത്താണ് ഇത്ര മനോഹരമായി പണിത് പ്രതിഷ്ഠിക്കപ്പെട്ടത്. അതും ഒരു ചെറുപുഴയുടെ നല്ലൊരു മനുഷ്യൻ്റെ പരിപൂർണമായ സമർപ്പണമാണ് ആ കൊടിമരം. എല്ലാം കൊണ്ടും ഉജ്ജ്വലമായിട്ടാണ് നടക്കുന്നത്. ഈ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ കൊടിയേറ്റിൻ്റെ ദിവസം മുതൽ ആറാട്ട് കഴിഞ്ഞ് വന്ന് ആറാട്ട് സദ്യയോടുകൂടി സമാപിക്കും. ദിവസങ്ങളിലൊക്കെ നല്ല അന്നദാനം നടക്കുന്നുണ്ട്. അതിൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ ഇവിടത്തേക്ക് ഭക്ഷണത്തിന് ഒന്ന് പങ്കെടുക്കുന്നുണ്ട്, അമ്പലത്തിൽ ദർശനം ചെയ്യുന്നുണ്ട്. തുടങ്ങി ഉജ്ജ്വലമാണ് നമ്മുടെ ക്ഷേത്രം. ഈ മനോഹരമായ ക്ഷേത്രത്തിൻ്റെ എല്ലാ കർമ്മരംഗത്തും ഇവിടുത്തെ മാതൃസമിതി, മറ്റ് കർമ്മസമിതിയായിട്ട് നിൽക്കുന്നതായ കമ്മിറ്റി മെമ്പേഴ്സ്, ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും നല്ല ഐക്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതും നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ ശക്തിയായി മാറുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ശ്രമദാനപരമായിട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയും ഈ മനുഷ്യർക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു അത്ഭുതം തോന്നുന്നതായ ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന
തന്ത്രി കുടുംബം. ആ തന്ത്രി കുടുംബത്തിലത്തെ തന്ത്രിയാണ്. ഇപ്പോൾ ഇവിടെ തന്ത്രി സ്ഥാനം ശരിക്ക് ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അവൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. ഞാൻ അവന് ഗുരുസ്ഥാനീയനാണ്. അച്ഛൻ്റെ കാലം മുതൽ ഉള്ളതായ ഓരോ ഉപദേശങ്ങളിൽ നിന്ന മാതിരി നിന്നാൾ ചെയ്യണം എന്നുള്ളതാണ്. അത് ഞാനിങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ ഗുരുനാഥനും ആണ്. എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ സർവൈശ്വര്യവും ഈ ഭഗവാൻ മനസ്സറിഞ്ഞ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. സന്താനങ്ങളില്ലാത്തവർ സന്താനപ്രാപ്തിക്ക് വേണ്ടി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇഷ്ടസന്താനപ്രാപ്തികൾ ഉണ്ടായിട്ടുണ്ട്. അതേ പ്രകാരം വിദ്യാർത്ഥികൾക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസവും മാർക്കും ലഭിക്കുന്നതിലേക്കും നല്ല ജോലികൾ ലഭിക്കുന്നതിലേക്കും എല്ലാവർക്കും അനുഗ്രഹമാണ് ഭഗവാൻ. ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ ഭഗവാന്റേതായിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭക്തന്മാർക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹപൂർവമുള്ളതായ ഒരു പൂപ്പുകൈ സമർപ്പിക്കുന്നു. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം, ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ, വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡീസ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ് 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ. ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, വെള്ളരിക്കുണ്ട്, ആലക്കോട്, പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 at 04985240391.